ഇത് കൊത്തിയിട്ടുണ്ടല്ലോ, പഴുത്തു തുടങ്ങി. അത് ഇത് നമ്മൾ ഇടാത്തപ്പോഴേ കിളികൾ വന്ന് കുത്തും. അവർക്കും ഭക്ഷണം വേണം. അതായത് ഇടാൻ വേണ്ടിയുള്ള തോട്ടികളാണ്. തേക്കിൻ്റെ തടിയാണ്. തടിയാണല്ലേ? തേക്ക് തടിയാണ്. അപ്പോൾ നമ്മള് സപ്പോസ് ലൈനിലെങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഡോക്ടർ, അപ്പൊ കുട്ടിക്കാലത്ത് മാവേലിക്കര കറ്റാനത്ത് നിന്നാണ് വരുന്നത്. അതെ. അന്ന് നെല്ലായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ കൃഷിയുണ്ട്. നെൽകൃഷി, കപ്പ, ചേമ്പ്, ചേന, കാച്ചില്, കിഴങ്ങ്, പയറ്, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും മിക്കവാറും. ഇവിടെ ഇപ്പം പലതരത്തിലുള്ള വാഴകൾ അല്ലേ? അതെ. ഏതൊക്കെ തരം വാഴകൾ ഉണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ കണ്ണൻ, പിന്നെ ഞാലിപ്പൂവൻ, അത് രണ്ടുമാണ് മെയിനായിട്ട്. എങ്ങനെ വീട്ടിലിപ്പോ നേരത്തെ പറഞ്ഞു ചട്ടി ഉണ്ടാക്കുന്നു, ആ ചട്ടിയിലാണ് ഇതൊക്കെ വയ്ക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഈ ചട്ടികൾ? അത് പ്രിപ്പറേഷൻ 1/3 മണ്ണ് എന്നൊക്കെ പറഞ്ഞു. ഇതിലെങ്ങനെയാ ഡോക്ടറിന്റെ നനയ്ക്കലും കാര്യങ്ങളും, ഇതിന്റെ പരിപാലനം എങ്ങനെയാ ഡോക്ടർ? ഒരു മീഡിയം സൈസ് ചട്ടിയായിരിക്കണം, നല്ല വേര് നല്ലപോലെ ഇറങ്ങും. ആ ചട്ടി നിറയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ വെള്ളം ഇറങ്ങാനുള്ള പ്രൊവിഷൻ കൊടുക്കണം. ഈ ചട്ടിക്കകത്ത് ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ അതിന് ഹോൾസ് ഇട്, അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ ഇഷ്ടിക കഷ്ണമോ എന്തെങ്കിലും ഇട്ടിട്ട് മണ്ണ്, ചാണകം, എല്ലുപൊടി, പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ചകിരി ഇതുണ്ട്, മറ്റേ ചകിരിച്ചോറ് എന്നുവെച്ചാൽ മണ്ണ് കട്ടിയായിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പടർന്നോളും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നടാൻ. നടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഡെപ്തിൽ കൊണ്ട് നടരുത്. ഒരു വിരലിൻ്റെ താഴ്ച അത്രയിലേ നടാൻ പാടുള്ളൂ. പിന്നെ നമ്മളൊരു കുരു നടുകയാണെങ്കിൽ ഒരു ചെറിയ ഫിംഗറിൻ്റെ അറ്റം മാത്രം, ഒരുപാട് താഴ്ച കഴിഞ്ഞാൽ കിളിച്ചു വരാൻ പാടായിരിക്കും. അതാണ് നനവെന്ന് പറഞ്ഞാൽ രാവിലെ ആയിരിക്കും നല്ലത്. കാരണം നനച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടുമ്പോഴത്തേക്ക് ഇവരൊന്നുകൂടെ എനർജറ്റിക് ആയിരിക്കും. രാത്രി നനയ്ക്കുന്നതിലും നല്ലത് രാവിലെ നനയ്ക്കുന്നതാണ്. പിന്നെ കീടനാശിനി കഴിവതും അവോയ്ഡ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് പറ്റാവുന്നത് ഈ വേപ്പെണ്ണ, അത് മിക്സ് ചെയ്തിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഉള്ളതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പൊക്കോളും. വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ കേടും കൂടുതലുണ്ടോ അല്ലേ വഴുതനങ്ങയിൽ? അത് നമ്മൾ ഈ കീടമില്ലാത്ത ഒരു സാധനവും ഈ ലോകത്ത് ഇപ്പം കാണാനില്ല. അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ഹൗസ് പോലെ ഉണ്ടാക്കണം. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എല്ലാം ഗ്രീൻ ഹൗസാണ്. അപ്പം US-ലാണെങ്കിലും UK-ലാണെങ്കിലും ഈവൻ ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ മതി. ഇസ്രായേലിൽ പോയി കഴിയുമ്പോൾ അവരുടെ വാഴത്തോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വാഴത്തോപ്പില്ല. സത്യം, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഉണ്ടാക്കണം. മരുഭൂമി എന്ന് ഓർമ്മ വേണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലേ? കൾച്ചറും വേണം, ചെയ്യാനുള്ളൊരു മനസ്സാണ് ഏറ്റവും വലുത്. അല്ലാതെ ടെക്നോളജി അതിൻ്റെ കൂടെ വരും, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ മനസ്സില്ല. ചുമ്മാ സീരിയൽ കാണുക, TV കാണുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കുശുമ്പും ഉന്നായങ്ങളും പറയുക. രാഷ്ട്രീയം വേണം, അത്യാവശ്യത്തിന് വേണം. ഒരുപാട് പേഷ്യൻസിനൊക്കെ കാണുന്ന ആൾക്കാരെ ഞങ്ങൾ. അപ്പോൾ അവരൊരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഡോക്ടർക്ക് ഇപ്പോൾ കൃഷിയും ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ചെറുപ്പക്കാരിൽ അസുഖങ്ങൾ കൂടുതലാണ്. അറ്റാക്ക്, ലിവർ സിറോസിസ്, ഒബീസിറ്റി, മോർബിഡ് ഒബീസിറ്റി, വലിയ വയറ്. അതായത് BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കൂടുതൽ 35-40 ബോഡി മാസ് ഇൻഡെക്സ്. അതെന്ന് വെച്ചാൽ ഇവരാരും വീട്ടിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല. എല്ലാവരും പുറത്തുനിന്ന് ഇപ്പോൾ വീട്ടിലാരെങ്കിലും ഇപ്പോൾ കുക്ക് ചെയ്യാറുണ്ടോ? വളരെ ചുരുക്കമേ ഉള്ളൂ. എല്ലാവരും രാവിലെ സ്വിഗ്ഗി, സൊമാറ്റോ ഓർഡർ ചെയ്യും, ഉച്ചയ്ക്ക് പുറത്തു പോയി കഴിക്കും. വൈകുന്നേരം ജങ്ക് ഫുഡാണ്. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എണ്ണയിലിട്ട് വറുത്താമെന്നൊരു പിടിയില്ല. ഇവർ വലിച്ചുവാരി കഴിക്കുകയും ചെയ്യും. ഇവർക്കൊരു 30 വയസ്സാകുമ്പോഴത്തേക്ക് വെസൽസ് ബ്ലോക്ക് ആവും, ഹാർട്ട് ബ്ലോക്ക് ആവും. 40-35 വയസ്സുള്ള ആൾക്കാർ അറ്റാക്കായിട്ട് വരുന്നുണ്ട്. കാഷ്വാലിറ്റി ചിലർ നമ്മുടെ കറക്റ്റ് ടൈമിൽ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടും, മരിച്ചു പോകും. ചെറുപ്പക്കാരിൽ അസുഖങ്ങൾ ഭയങ്കര കൂടുതലാണ്.